എന്നെ തേടി നീ വന്നു, നിൻ സ്നേഹം പകരാ. എന്നെ തേടി നീ വന്നു, നിൻ സ്നേഹം പകരാ. കനിവിൻ കടലേ നിറയൂ എൻ കരളിൽ. കടലേ കനിവിൻ കടലേ നിറയൂ എൻ കരളിൽ. ഇത്രയും നേരം അച്ഛനിലൂടെ ഈശോ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ് മക്കളെ, നിങ്ങൾ ഉടമ്പടി എടുക്കാൻ ദൈവം അനുഭവിച്ചത് തന്നെ എൻ്റെ വഴക്ക് പറയണമെന്ന് നിങ്ങൾ കാര്യമായിട്ട് എടുക്കരുതേ. അത് നിങ്ങൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഉടമ്പടി ചെയ്യാൻ വേണ്ടി അച്ഛൻ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, അല്ലാതെ അത് നീരസമായിട്ട് എടുക്കരുത്. നിങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഉടമ്പടി ഒരു പെർഫെക്റ്റ് ഫോർമുലയാണ്. പക്ഷേ എൻ്റെ മക്കളത് കറക്റ്റായിട്ടാണ് അത് ചെയ്യണത്. ഞാൻ പറയുന്ന വോളി ഓഫ് ലവ് അത്രയും കടുത്ത ദൈവത്തിന് നമ്മളെ സംശയിക്കാൻ പറ്റാത്ത അത്രയും ദൈവത്തിന് നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നണം. അത്രയും ദൈവസ്നേഹത്തോടെയാണ് എൻ്റെ മക്കളെ ചെയ്യണമെന്നുണ്ടെങ്കിലേ, ഇപ്പം തന്നെ ഈ മത്സ്യത്തിൻ്റെ കാര്യം കണ്ട, ഇത് അപ്രതീക്ഷിതമായി വന്നതാണ്. 70 കിലോ തൂക്കമുള്ള തോബിയാസിനെ പിടിക്കാൻ 100 കിലോ തൂക്കമുള്ള മത്സ്യം വായും പൊളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ ഈ തോബിയാസ് കരക്ക് നോക്കി പേടിച്ച് നോക്കുമ്പോൾ പറയും അവനൊക്കെ പിടിക്കാൻ പറയും. ഉടനെ ഈ വലിയ മത്സ്യത്തെ പിടിക്കാനുള്ള ശക്തി ഈ തോബിയാസിന് കിട്ടും. അതിൻ്റെ അർത്ഥം ഉടമ്പടി കാലത്ത് നിനക്കൊരു പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം ആ പ്രശ്നത്തെ തരണം ചെയ്യാനുള്ള ശക്തി കർത്താവ് നിനക്ക് തന്നു വന്ന് നിന്നെ ബോധ്യപ്പെടുത്താനാണ്. കൈയടിക്കേണ്ട സ്നേഹം പകരാ. എന്നെ തേടി നീ വന്നു, നിൻ സ്നേഹം പകരാ. കനിവിൻ കടലേ നിറയൂ എൻ കരളിൽ. കടലേ കനിവിൻ കടലേ നിറയൂ എൻ കരളിൽ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നിട്ട് ഈ തോബിയാസ് മത്സ്യത്തെ പിടിച്ച് കരക്കിട്ടിട്ട് തോബിയാസ് പിന്നും ദൂതനോട് ചോദിക്കും, വട ഐ ഷുഡ് നാവോ, ഇനി എന്താ ചെയ്യേണ്ടത്? ഉടനെ പറയും, ഇതിൻ്റെ ചങ്കും കരളും പറിച്ചെടുക്കാൻ പറയും. ആ പ്രശ്നത്തിൻ്റെ ചങ്കും കരളും ഇയാൾ പറിച്ചെടുത്തിട്ട് രണ്ടുപേരും കൂടി അതിനെ ചുട്ടു തിന്നും. എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കണം നോക്കണം. എല്ലാ ഉടമ്പടി കാലങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലും ദൈവം നിന്നെ വീണ്ടെടുക്കാൻ പോകുന്നതിൻ്റെ ഓരോ അടയാളങ്ങളും അതിൻ്റെ വഴികളുമാണ് വരണത്. അപ്പം നിങ്ങൾ പതറുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ തോബിയാസിൻ്റെ സ്വഭാവം കണ്ടില്ലേ? ഓരോ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ അവർ ഫോൺ വിളിച്ച് നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയും പാർട്ടിക്കാരെയും എല്ലാം വിളിക്കുന്നത്. ദൂതനെയാണ് നോക്കണത്. മത്സ്യം വന്നപ്പോൾ ദൂതനെ നോക്കി, മത്സ്യത്തെ പിടിച്ച് കരം കിട്ടപ്പോഴും ദൂതനോട് ചോദിച്ചു, ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ദൂതൻ പറഞ്ഞു, എൻ്റെ ചങ്കം കരളും പറിക്കണം, അത് സൂക്ഷിച്ച് വെക്കണം, അതുകൊണ്ട് നമുക്ക് പണിയുണ്ട്. അപ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ചും ആ വിഷയത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികളെക്കുറിച്ചും ഒക്കെ നാളെ കാലങ്ങളിൽ ദൈവം നിനക്ക് ഗുണം ചെയ്യും. ഒരു പക്ഷേ ഇന്ന് നിന്നെ എതിർക്കുന്ന വ്യക്തികളാകാം. ഒരിക്കലേ ഞാനേ ഈ ചവിട്ടുനാടക വിജ്ഞാനകോശം എഴുതി. അത് ഞാൻ എൻ്റെ 89 കർത്താവ് ഈ ആധ്യാത്മിക ശുശ്രൂഷ തന്നപ്പോൾ അതിന് കൂടെ തന്നതാണ് സഭയുടെ
മിഷണറി കലകളെ പുനരുജ്ജീവിപ്പിക്കുക. മിഷണറി കലകളാണ്. ചവിട്ടുനാടകം, പുത്തമ്പാന, അമ്മാനം, ദേവാസ്പള്ളി, പിച്ചപ്പാട്ട്, അണ്ണായിപ്പാട്ട്, അങ്ങനെ കുറേ ഉണ്ട്. 9 കലകളുണ്ട്. അതെല്ലാം മൺമറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ പുനരുജ്ജീവിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോൾ ആധ്യാത്മിക ശുശ്രൂഷ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൻ്റെ ഗവേഷണങ്ങൾ, പഠനങ്ങൾ, അവതരണങ്ങൾ, അതുപോലെ തന്നെ കളരികൾ സ്വരൂപിക്കുക, അവരെ പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അപ്പോൾ അത് നല്ല ശരിക്കും അമ്മ ഓരോരോ കാലങ്ങളിൽ ഹെൽപ്പ് ചെയ്യും. അവസാനം എനിക്ക് കേന്ദ്ര ഗവൺമെൻറ് ഞാൻ പ്രോജക്റ്റ് അയച്ചപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്തിട്ട് കേരളത്തിൽ 2 പേർക്ക് മാത്രം കൊടുക്കുക സീനിയർ ഫെലോഷിപ്പ് തന്നു സെൻട്രൽ ഗവൺമെൻറ്. അത് അന്നത്തെ കാലത്ത് അതെനിക്ക് കിട്ടിയിരിക്കുന്നത് 2008 മറ്റെയാണ്. 2008 എനിക്ക് 3 ലക്ഷം രൂപയാണ് തന്നത് സെൻട്രൽ ഗവൺമെൻറ് ഞാൻ ചെയ്ത വർക്ക് എന്തിനു വേണ്ടിയാ? ചവിട്ടുനാടക വിജ്ഞാന കോശം. അത് ആ വർക്ക് തീരണ എപ്പോഴാണ്? 5 കൊല്ലം കഴിഞ്ഞപ്പോൾ 2013 ആ വർക്ക് തീർന്ന. ആ വർക്ക് തീർന്നപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കണ്ടേ? ഇത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഇതിന് എന്തുമാത്രം ഇതാദ്യമേ, അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് നിങ്ങൾ പറയുക ഞാൻ അവിടെ കൊണ്ട് ബിസാക്ക് കൊടുത്തു, അപ്പോൾ ഏജൻസിക്ക് ഞാൻ 1 ലക്ഷം രൂപ കൊടുത്തു, പിന്നെ 6 മാസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഏജൻസി ഫേക്കാണെന്ന് കണ്ടു. അത് ഉടനെ ഞാൻ കാശ് തിരിച്ചു ചോദിച്ചു. അവർ കുറച്ച് കാശ് തന്നു, പിന്നെ അവർ വിളിച്ചിട്ട് എടുക്കണില്ല. നിങ്ങളുടെ കഥ ഇല്ലേ, ആ കഥ പോലെ തന്നെ ഇതുപോലെ ഓരോ സംഭവങ്ങളും നമ്മുടെ ജീവിതം നടത്തുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് ഈ മത്സ്യത്തെ കൊല്ലാനുള്ള ബലം നീ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി സ്കീംസ് തരികയാണ്. എപ്പോഴും ഓർത്തേണ്, പ്രാർത്ഥിക്കാനുള്ള സ്കീംസാണിത്. എല്ലാ കാര്യവും വിജയിക്കരുത്. എല്ലാ കാര്യവും വിജയിച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കത്തില്ല. എല്ലാ കാര്യവും വിജയിച്ചാൽ നിൻ്റെ പദ്ധതി വിജയിക്കും. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി അതല്ല. നിന്നെ ബലമാക്കുകയാണ്. നിന്നെ എന്താണ് അവസാനം ഫിലിപ്പിയർ 4:13 എന്ന് പറഞ്ഞത് എന്താണ്? എന്നെ ശക്തനാക്കുന്നതിലൂടെ എന്ന് പറഞ്ഞ് ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം കുറച്ച് കാര്യം നമ്മൾ ചെയ്യാന്നുള്ളതല്ല. ഇപ്പം നമ്മൾ പാർട്ടിയെ ആശ്രയിച്ച് കഴിഞ്ഞാൽ ആ കുറച്ച് കാര്യങ്ങൾ നടക്കും അല്ലേ? അപ്പോൾ കുറച്ച് 5 കൊല്ലം കഴിയുമ്പോൾ അവിടെ ഭരണം മാറുകയും ചെയ്യും. അപ്പോൾ ഈ ലോകത്തിൻ്റെ ആൾക്കാർ ഇപ്പോൾ പൊന്ന്, പണം, അതുപോലെ തന്നെ ഓരോ സംഭവങ്ങളൊക്കെ നമ്മൾ ആശ്രയം വെക്കുമ്പോൾ എല്ലാം നമുക്ക് കിട്ടത്തില്ല. അതെപ്പോഴും അതുകൊണ്ട് ബൈബിൾ എപ്പോഴും കറക്റ്റ് സ്പോട്ടിൽ നമ്മൾ നയിക്കത്തുള്ളൂ. എന്താണ് ഫിലിപ്പിയർ 4:13 എന്താ പറയണത്? എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ പറഞ്ഞോളൂ, വായിച്ചോളൂ. സാധിക്കും. അതായത് ദൈവത്തിൽ ആശ്രയം വെച്ചാൽ മാത്രമേ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഒരു പിന്നി മേടിക്കാൻ ഒരു കടയിൽ പോയി, അപ്പോൾ അവിടെ പിണ്ണാക്ക് മേടിക്കാൻ പാലം കയറി അപ്പുറത്തെ കടയിൽ പോയി, ഇങ്ങനെ പലയിടത്ത് നടക്കേണ്ടി വരും. അപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ കയറുകയാണെങ്കിൽ എല്ലാ സാധനവും അവിടെ ഉണ്ട്. ഇതുപോലെ നമ്മളെ ശക്തീകരിക്കുക എന്ന് പറയുന്ന പോലെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമാണ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടതെന്നാണ് എൻ്റെ അർത്ഥം. അല്ല, നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം, ചില കാര്യങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിക്കും, ചില കാര്യങ്ങൾക്ക് നിങ്ങളുടെ ആങ്ങളെ വിളിച്ച് പറയും, അവിടെ സംഭവം തെണ്ടും. അതാണ് പ്രശ്നം. ആങ്ങളൊക്കെ കുറച്ച് ഗുണ്ടാപ്പണിയൊക്കെ ഉള്ളതാണ്, കുറച്ച് കഞ്ചാവ് ബിസിനസ്സൊക്കെ ഉള്ളതാണ്. അമ്മായിയമ്മയോടെ പോരുന്ന ചില അമ്മായിയമ്മമാരുടെ മേൽമക്കൾ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ആങ്ങളൊക്കെ നിങ്ങളെ കൊട്ടേഷൻ കൊടുക്കുന്നു പറഞ്ഞിട്ടില്ലേ? ഒരു ദിവസം പത്രത്തെ വന്നാണ് അമ്മായിയമ്മ മരുമകളും കൂടി അടുക്കള പോര്. അപ്പം ജയിക്കാൻ വേണ്ടി അമ്മായിയമ്മ ഒതുക്കാൻ വേണ്ടി പറഞ്ഞാണ്, എൻ്റെ ആങ്ങളാരാണെന്ന് അറിയാമല്ല, കൊട്ടേഷനാണ്, നിങ്ങളെ ഞാൻ കൊട്ടേഷൻ കൊടുക്കുമെന്ന് പറയും. ആരും നിങ്ങളുടെ മകനെ കൊടുക്കുന്നു പറയും. അനിയനുണ്ട് ഭർത്താവിന്, അവൾക്ക് അവൾ കൊടുക്കാൻ വേണ്ടിയല്ല, ജയിക്കാൻ വേണ്ടി പറഞ്ഞാൽ. പക്ഷേ ആധ്യാത്മിക ജയിക്കാൻ വേണ്ടി പോലും അങ്ങനെ ലോകത്തിൻ്റെ ശക്തികളെ നിങ്ങളുടെ അവലംബം വെക്കരുത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി എടുക്കുമ്പോൾ, ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ കെട്ടിത്താത്തുന്ന വിഷയമല്ല, ഒരു ജീവിത രീതിയാണ്. എന്നെ ശക്തനാക്കുന്നതിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ വേണ്ടി
നമ്മളെ ശക്തനാക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമയത്യത്ഭുതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമയത്യത്ഭുതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശു കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശു കൂടെയുള്ളതാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? ഉടമ്പടി കാലത്ത് പ്രത്യേകിച്ച് ഉടമ്പടി ഒരു ജീവിത രീതിയാണ്. 90 ദിവസത്തേക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാമല്ല, ഒരു ഫങ്ഷൻ അല്ല, അതൊരു ജീവിത രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നിലപാടുണ്ട്. ആരാണ് എന്നെ ശക്തനാക്കുന്ന? ആരാണ്? ദൈവം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പം നിങ്ങളുടെ മതിലൊരുത്തം മതിൽ പൊളിച്ചു. ഇപ്പം ഇന്നലെ ഇപ്പം ഈ സിലുവിൻ്റെ സാക്ഷ്യത്തിലുണ്ടേ, സിലുവിൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും ഓരോ പാമ്പ് മാറി മാറി കയറണം. ഒരു പാമ്പ് അണലി ഒരു ദിവസം വന്നാൽ അടുത്ത ദിവസം മുറുക്കം വരും, പിന്നെ ചേനത്തണ്ടം വരും, ശംഖുവരയും വരും. ഇങ്ങനെ ഓരോ പാമ്പ് വരികയാണ്. മൊത്തം ഇതിനെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് പറ്റണില്ല. ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി വേറെ ആരെയും വിളിച്ചു വരുത്തിയ ഏക്കത്തില്ല ഈ സാധനം. കാര്യം കോംപ്രമൈസ് സ്റ്റോക്കിന് തയ്യാറല്ല ഈ മുറുക്കപ്പാമ്പൊക്കെ, ഒത്തുതീർപ്പിന് തയ്യാറല്ല. അമ്മമാർ കയറി വേണമെങ്കിൽ നമ്മുടെ തലേൻ്റെ താഴെ ഇരിക്കും. അപ്പോൾ ഈ ലോകത്ത് കോംപ്രമൈസ് സ്റ്റോക്കിന് തയ്യാറല്ലാത്ത ഒത്തിരിയേറെ ജീവികളും ഈ ജീവിത വിഷയങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യന്മാരിൽ ആശ്രയിക്കുമ്പോഴും മരുന്നിൽ ആശ്രയിക്കുമ്പോഴും എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. കിഡ്നിയുടെ മരുന്ന് കഴിക്കുന്നതിന് കരൾ രോഗം ഉണ്ടെങ്കിൽ അതിന് വേറെ മരുന്ന് കഴിക്കേണ്ടി വരും. ആ മരുന്ന് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് എൻ്റെ അത് വരുന്ന വിഷയം വരണത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം ഈ ദൈവത്തിന് ഒരു ഓപ്ഷൻ നമുക്കില്ല. നിങ്ങൾ ഉടമ്പടിക്കാലം ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഓർക്കുക, ഞാൻ ഉടമ്പടിയിലാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ നിലപാടുകൾ ദൈവവിഹിതമായ നിലപാട് എടുത്തത്. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം നിലപാട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യന് 1-ാം സ്ഥാനം കൊടുക്കണമെന്ന് നിലപാട് എടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. അതിനാണ് പ്രലോഭനമെന്ന് പറയണത്. മനസ്സിലായില്ലേ? അതിന് കർത്താവ് എൻ്റെ മരുന്നെന്താ പറഞ്ഞിരിക്കണത്? അത് ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കാര്യം നിങ്ങൾ അങ്ങനെ വന്നാൽ നിങ്ങൾ വീണ് പോകും. അതുകൊണ്ട് ഇങ്ങനെ ദൈവത്തിനേക്കാൾ വലിയ ഒരു സംവിധാനത്തിൽ നമ്മൾ ആശ്രയിക്കുന്ന എന്ന് ദൈവത്തെക്കാൾ വലിയ സംവിധാനമാണെന്ന് മിഥ്യാധാരണയിൽ നമ്മൾ മനുഷ്യന്മാരിൽ ആശ്രയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്? പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. നമ്മളത് സെക്സായിട്ട് മനസ്സിലാക്കി. സെക്സ് അല്ല പ്രശ്നം. പക്ഷേ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെക്കാൾ നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ആദ്യമേ അവിടെ നിന്നാണ് ഈ പ്രലോഭനം സ്റ്റാർട്ട് ചെയ്യണത്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ സ്വർണം ചിലപ്പോൾ ദൈവമായിട്ട് വരും. ദൈവം ഇപ്പോൾ ഒരു സ്വർണം നമുക്ക് വാങ്ങിച്ചിട്ട് തരണില്ല അവർ. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് നിങ്ങളോട്, വായ്പ വാങ്ങിച്ചതാണ്. പക്ഷെ അവർ വിറ്റ് മാറ്റി, അവർ തന്നില്ല. അവരോട് വിളിച്ച് പറഞ്ഞ് അപ്പോൾ അവർ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കര അഹങ്കാരം ഉണ്ടല്ലോ. അവരെ കയ്യിൽ നിന്ന് കുഴപ്പം സംഭവിച്ചു. പക്ഷെ ഇപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയാമോ? മേടിക്കാമെങ്കിൽ മേടിക്കാനാണ് പറയണത്. നമ്മുടെയൊക്കെ എന്ത് സ്വർണ്ണം അരിയും തിന്ന് ആശ്വാസനം കടിച്ച് എന്നിട്ടും പട്ടിക്ക് മുറിവുറപ്പ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ വരുന്ന അനുഭവങ്ങൾ ആ തരവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെ വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും? അപ്പോഴും ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഈ 90 ദിവസം കഴിയട്ടെ, നിൻ്റെ കൈയും കാലും ഞാൻ വിട്ടുവെന്ന് പറയും. അതാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. ഇതാണ് പ്രലോഭനമെന്ന് പറയണത്. പ്രശ്നം മനസ്സിലായില്ലേ?
നിങ്ങളിങ്ങനെ 90 ദിവസം കഴിയുമ്പോൾ കൈകാര്യം പെടും ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഉടമ്പടി ഇപ്പം തന്നെ നിരക്കാൻ തുടങ്ങിയിരിക്കണത്. നിങ്ങൾ ആരാണെന്നറിയാവില്ല, മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവന് അറിയാവുന്ന, അതാ വിഷയം. 2:24 എടുത്തേ. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 2:24. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. 25. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. അതാ പറയാം, വൃത്തിയായിട്ടും വ്യക്തമായിട്ടും അറിയാം. അതുകൊണ്ടാണ് ഉടമ്പടി ലാഗ് ചെയ്യാൻ കാര്യത. നിങ്ങൾ എന്ത് ഉരുപ്പടിയാണെന്നുള്ളതിനെക്കുറിച്ച്, കാതലാണോ വെള്ളയാണോ എന്നുള്ളത് അറിയാൻ പറ്റും. ഈ മരം വിൽക്കുന്ന ആൾക്കാർ വരത്തില്ലേ, അപ്പോൾ അവർ നമ്മൾ ആഞ്ഞിലേക്ക് കാണിക്കാൻ പറയും, എൻ്റെ ചേച്ചി ഇത് ഒന്നും കിട്ടത്തില്ല, ഞാൻ 14,000 രൂപ തന്നെ ഞാൻ കൂടുതലാണ് പറഞ്ഞത്, ഇത് മുഴുവൻ വെള്ളയാണെന്ന് പറയും. ചിലപ്പോൾ കള്ളത്തിലായിരിക്കും അത് പറയണതേ, നമുക്കിപ്പോൾ അത് ലാഭത്തിൽ കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ എന്നാലും ശരി, ഒരു വ്യക്തിയെ കാണുമ്പോൾ ദൈവം കാതലാണോ വെള്ളയാണെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആരായിരിക്കും ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് 2:25 പറയണത്. എന്താണ്? മനുഷ്യനുള്ളത് എന്താണെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. അത് സീരിയസ് നിസ്സാര വിഷയമല്ല. അതായത് ഇതുപോലെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നീ ദൈവത്തെ വിട്ടു നിൽക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു ഗോവയെന്ന് ഒരു സഹോദരി വന്ന, അപ്പം ഞാൻ അവരെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കെന്ത് പന്തികേട് തോന്നി, നോട്ട് റൈറ്റ് എന്ന് തോന്നി. അപ്പം ഞാനിവിടെ രണ്ടാമത് ഇവരുടെ ചീട്ടെടുത്ത് കൂട്ടത്തിൽ നിന്ന് എടുത്ത് രണ്ടാമത് പൊക്കിയെടുത്ത് വായിച്ച് നോക്കിയപ്പോൾ പുതിയ ഉടമ്പടിയാണ്. പുതിയ ഉടമ്പടിക്കാർ ചില NRIക്കാരാണെങ്കിൽ ചിലപ്പോൾ എമർജൻസി ആണെങ്കിൽ അവർ 5 കൊല്ലം കഴിഞ്ഞാലേ പിന്നെ വരത്തുള്ളൂ. അവരച്ഛൻ കാണാൻ ചിലപ്പോൾ അവർക്ക് ഈ വിഷയം സീരിയസ് ആണെങ്കിൽ അനുവദിക്കും, വിഷയം സീരിയസ് ആണെങ്കിൽ അനുവദിക്കും. പക്ഷേ ഇവർ ഗോവക്കാരത്തെയാണ്. ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എടുത്തിട്ട് ആ ഉടമ്പടി ജീവിക്കണം. ആദ്യം പോയി കത്തോലിക്കരാണെങ്കിൽ പോയി കുമ്പസാരിക്കണം. ആ ഉടമ്പടി ജീവിച്ചിട്ട് 90-ാം പക്കമാണ് തിരിച്ച് വന്നിട്ട് അവർ കാണാൻ പറ്റണമെങ്കിൽ, അത്യാവശ്യമായിട്ട് കാണണമെങ്കിൽ കാണേണ്ടത്. ഇവരങ്ങനെ ഒന്നുമില്ലാതെ നേരെ ഉടമ്പടി എടുത്തിട്ട് നേരെ. അപ്പം ഞാൻ മാനേജറെ വിളിപ്പിച്ച് പറഞ്ഞു, നിങ്ങൾ അവിടെ ചതിക്കാനിരിക്കണമെന്ന് ചോദിച്ചു. എന്താ പ്രശ്നം? അപ്പം അയാൾ എന്നോട് പറയണത്, 2 ദിവസമായിട്ട് അമ്മയും മകളും ഇവരെ പുറകെ നടക്കുകയാണ്, അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. അപ്പം കണ്ടാൽ പറ്റപ്പോൾ എന്താ വിഷയം? അപ്പോൾ ഇവിടെ സൂര്യകടായിട്ട് പുള്ളി ചുറ്റും വിടും. അപ്പം ഞാനിവിടെ പിടിച്ചു. എനിക്ക് ആളെ കാണുമ്പോൾ അറിയാൻ പറ്റും പെശകല്ല. ഞാൻ ഈ ചീട്ട് 2ാം വായിച്ച് നോക്കിയപ്പോൾ എന്താ പറ്റുന്നറിയാമോ? ഇവരെഴുതി വെച്ചിരിക്കുന്ന കാര്യം, ഇവർ ഭർത്താവുമായിട്ട് പിരിഞ്ഞ് താമസിക്കുകയാണ്. എന്നിട്ട് ഇപ്പം 19 കൊല്ലം കഴിഞ്ഞ് അവരുടെ മകൻ അവരുടെ ഭർത്താവിൻ്റെ കൂടെയാണ്. അപ്പോൾ ആ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കിട്ടുമെന്ന്. കാര്യം അതിന് കുറേ ചടവ് നിവർത്താനുണ്ട്. കാര്യം ഒന്നാമത്തെ കാര്യം, ആരാണ് ആദ്യം പിരിഞ്ഞതെന്നറിയണം. ഇവളാണ് ഇട്ടച്ചും പോകുന്നത്, അവനാണ് പോകുന്നതെന്ന്. അവനാണ് ഇവളെ ഉപേക്ഷിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നീതിയുടെ പക്ഷം നിൽക്കും. ഒരു നീതിപക്ഷം ഉണ്ടല്ലോ. നമ്മളുള്ള പ്രകൃതമെല്ലാം കാണിച്ചു കൂട്ടത്തിൽ ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാം ഉരുത്തി കണ്ട് വയറ്റിലോട്ട് വിഴുങ്ങി തരുന്ന നമ്മൾ ആനയ്ക്ക് നമ്മൾ പട്ട കൊടുക്കുമെന്നാണ് വിചാരിക്കണത്. നടക്കത്തില്ല, ഒറ്റ നടക്ക് പോകത്തില്ല. ഒന്നാമത്തെ എനിക്ക് അവരോട് സംസാരിക്കാൻ നല്ല തിരക്കായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ അവരോട് ശരിക്കും സംസാരിച്ചു തരാം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ വിഷയം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആര് പറഞ്ഞിട്ടാണ് നീ കൂദാശ ബന്ധം പിരിഞ്ഞത്? നിന്നെ ഉപേക്ഷിച്ചതാണെങ്കിൽ ഓക്കെ, ദൈവത്തെ അറിയാൻ പാലാത്തവർ അങ്ങനെ പല കാര്യം ചെയ്യും. ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാൻ പാലാതെ നടിച്ചുകൊണ്ട് നിൻ്റെ സൗകര്യത്തിന് വേണ്ടി നീ ആ പെങ്കൊച്ചിനെയും വിളിച്ചുകൊണ്ട് അവളെ പോകുന്നേ. നേരത്തെ ഇപ്പം 19-ാമത്തെ വയസ്സിൽ ആൺകൊച്ചിനെ കൂടി കിട്ടുന്നിടത്ത് വീട്ടിൽ നിർത്തി വേല എടുപ്പിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു അരിശം കൊണ്ട് ആറ്റിച്ചാടുന്നവരെ വേറെ പല അരിശം എടുത്താൽ പിന്നെ അവിടെ പോകാൻ പറ്റത്തില്ല. ഇപ്പോഴെന്ത് 19-ാം വയസ്സിൽ ആ പയ്യനെ കിട്ടണമെന്ന് പറയുകയാണ്. അതിനകത്ത് നീതി ഉണ്ടോ എന്ന് അറിയത്തില്ല. അവനാണ് ഇവളെ ഉപേക്ഷിച്ചെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ അകത്തൊരു സ്കോപ്പുണ്ട്. പക്ഷേ അല്ലെങ്കിൽ
സ്കോപ്പില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഏകപക്ഷീയമായിട്ട് ഇറങ്ങിപ്പോകുന്നതാണ്, കൊച്ചിനെയും വിളിച്ചുകൊണ്ട് പോകുന്നതാണെങ്കിൽ സ്കോപ്പില്ല അതിൻ്റെ അകത്ത്. ഇനി ഇവിടെ സ്കോപ്പ് ഉണ്ടായിട്ട് നമ്മൾ എന്തെങ്കിലും തരത്തിൽ അയാൾക്ക് മനസ്സലിഞ്ഞ് ചിലപ്പോൾ കൊച്ചിനെ നിന്നെ അമ്മയ്ക്ക് നിനക്കിഷ്ടമുള്ള പോകാമെന്ന് അവൻ പറഞ്ഞാൽ പോലും ദൈവത്തിരുസന്നിധിയിൽ ഈ സംഭവം കിടക്കും, ഇങ്ങനെ കിടക്കും. ദൈവത്തെപ്പോലും മാനിക്കാത്തവരാണ് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്, ഡൈവേഴ്സ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരു 50% ദൈവത്തെ മാനിക്കാത്തവരാണ്. ഇതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല. ഞാൻ 21 വർഷത്തോളം ഈ 89 മുതൽ 2000 ഇപ്പോഴുള്ള 25 വരെ 21 ലക്ഷത്തോളം മനുഷ്യരെ കൗൺസിലാണ് ഇതാകുമ്പോൾ ഞാൻ പറയണത്. ഡൈവേഴ്സ് ചെയ്യാൻ ഉദ്ദേശിച്ചവർ 50% ദൈവഭയമില്ലാത്തവരാണ്. അവരുടെ അപ്പുറത്തെ കാര്യം നടന്നു പോരണം, അല്ലെങ്കിൽ അവരുടെ സൗകര്യം അനുസരിച്ച് കാര്യങ്ങൾ നടക്കണം. അതിനു വേണ്ടിയാണ്. ഒരിക്കൽ ദൈവത്തെ ഉപേക്ഷിച്ചവർ പിന്നെ എത്ര കടന്ന് മോങ്ങിയാലും ആ ദൈവം നിത്യതയെ പോലെ തിരിച്ചു വരത്തില്ല. പള്ളിയിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസ്പെൻസേഷനൊക്കെ വാങ്ങിച്ച് ചിലപ്പോൾ വേറെ കെട്ടാൻ പറ്റുമായിരിക്കും. പക്ഷേ ദൈവത്തിരുസന്നിധി ആ കണക്കെടുപ്പുണ്ട്. കാര്യം എന്താണ്? നീ അന്ന് അമ്മ പറഞ്ഞു, ഇന്നിപ്പോൾ അമ്മ ജീവിച്ചിരിപ്പില്ല, അത് നിന്നെ ചട്ടക്കയറ്റി ആൻറ്റിമാരുന്ന് ജീവിച്ചിരിപ്പില്ല, അതെല്ലാം ചത്ത് തവള ചാകണ പോലെ ചത്ത് ചുവത്തലിൽ ഒരു പൊടിയായിട്ട് കിടപ്പുണ്ട്. അവരെ നശിപ്പിച്ച ജീവിതമാണ് നിൻ്റെത്. അവർ പറഞ്ഞത് കേട്ടിട്ടാണ് ഇന്ന് നിങ്ങൾ ജീവിത പങ്കാളി പിരിയണമെന്നൊക്കെ പറഞ്ഞിട്ട് ജീവിത പങ്കാളിയുമായിട്ട് താമസിക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി നിങ്ങളെ സ്ക്രൂ ചെയ്യുന്നവർ ചിലപ്പോൾ അപ്പനായിരിക്കാം, ചിലപ്പോൾ അമ്മാവനായിരിക്കാം, ചിലപ്പോൾ അനിയത്തിയായിരിക്കാം, ആൻറ്റി ആയിരിക്കാം. ഇവന്മാരെല്ലാം ചത്ത് പാമ്പ് ചാകണ പോലെ ചത്ത് പൊടിയായിട്ട് ഇരിക്കും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ അവർ പറഞ്ഞ കേട്ടിട്ട് ഒരിക്കൽ ദൈവത്തെ ഉപേക്ഷിച്ചവരാണ്. ദൈവത്തെ നമ്മൾ ഒരിക്കൽ ഉപേക്ഷിച്ചതിന് ശേഷം നമ്മൾ ഒരിക്കൽ ആ ദൈവത്തെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞാൽ ദൈവം തിരിച്ചു വരത്തില്ല. ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുമെന്നല്ലേ ഉള്ളു. നിത്യത. ഞാൻ മാതാവിനെ നേരെ ചൊവ്വ കണ്ട ആളാണ്. ഞാൻ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം ദൈവത്തെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായമില്ലാത്തവർ, അടയാളമില്ലാത്തവർ, അനുഭവമില്ലാത്ത ആൾക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ആധ്യാത്മികതയിൽ ചിലപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള കോംപ്രമൈസും ഒത്തുതീർപ്പും ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, കൃപാസനത്തിലാണ് ഉടമ്പടി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ ഉടമ്പടിയിലൂടെ 10,000 ദൈവത്തെ അറിയുന്നുണ്ടെങ്കിൽ ദൈവം വസിക്കുന്ന ഇടത്ത് വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെടാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ അവസാനത്തെ ഓപ്ഷനാണ്, നിങ്ങൾ തിരിച്ചറിയണം. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ പശ്ചാത്തപിക്കാനുള്ള, ദൈവത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഒരുമിച്ച് പാടുക എല്ലാവരും. ബാബാ സ്നേഹരാജാ ഹൃദയം തേടുന്ന സ്നേഹമേ നീ ബാബാ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ചങ്കം കരളും എടുത്ത് സൂക്ഷിച്ച് അസറിയാസും തോബിയാസും കൂടി പിന്നെയും യാത്രയാകും. അപ്പോഴവരെ പോകുന്ന വഴിക്ക് രാത്രിയാകുമ്പോൾ റഗ്വേൽ എന്നും പറഞ്ഞ ഒരാളെൻ്റെ വീട്ടിൽ കയറും. റഗ്വേൽ ബന്ധമുള്ള ആളാണ്, ചർച്ചക്കാരാ. ഇപ്പം രാത്രിയായി, പോകേണ്ട സ്ഥലം ഇനിയും പോകാനുണ്ട്. പക്ഷെ രാത്രി ആയതുകൊണ്ട് യാത്ര നടക്കാത്ത കൊണ്ട് ഇവർ മത്സ്യത്തിനെ ചുട്ടു തന്നിട്ട് ചങ്കം കരലും എടുത്തുകൊണ്ട് യാത്രയാകും.
രഘുവേലിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് വിഷയം. രഘുവേലിൻ്റെ മകളാണ് സാറ. അവൾ ശരിക്കും പറഞ്ഞാൽ ദൈവം ഈ തോബിയാസിന് വേണ്ടി നിശ്ചയിച്ചിരുന്ന ജീവിത പങ്കാളിയാണ്. ദൈവഹിതപ്രകാരമല്ലാതെ അവൾ കല്യാണം കഴിച്ച് 7 ഭർത്താക്കന്മാർ മരിച്ചിരിക്കണതാണ്. അതേക്കുറിച്ചൊക്കെ ബൈബിൾ നല്ല രസകരമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ രഘുവേലിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അസറിയാസ് ഈ ദൂതൻ പറയും, ഇത് നിൻ്റെ ജീവിത പങ്കാളിയാണ്, അവളെ കല്യാണം കഴിക്കാൻ നിനക്ക് തടസ്സമില്ലെന്ന് പറയും. അപ്പോൾ രഘുവേലിനെ സാറായുടെ അപ്പന് അത് ബോധ്യമാകും. അപ്പോൾ സാറ കരഞ്ഞുകൊണ്ട് പറയും, എന്നെ കല്യാണം കഴിക്കരുത്, കാര്യം ഇന്ന രീതിയിൽ മരിച്ചിട്ടുള്ളതാണ് ഭർത്താക്കന്മാർ. കാര്യം തുറന്നു പറഞ്ഞ കണ്ടില്ലേ, വിവാഹത്തിൽ എന്തെങ്കിലും ഒരു പരാധീനത ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിനാണ് പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ തുറന്ന് പറയണം. കഴിക്കണമെങ്കിൽ കഴിക്കണം, അല്ലെങ്കിൽ കഴിക്കണം, ദൈവ തീരുമാനിച്ചായിരിക്കും അത്. അപ്പോൾ ഇവിടെ സാറ കാര്യം തുറന്ന് പറയുകയാണ്. എന്താ പറയണത്? എൻ്റെ ഭർത്താക്കന്മാരെ കെട്ടിയവരെല്ലാം അന്ന് രാത്രി തന്നെ മരിച്ചു വീണിട്ടുണ്ട്, എൻ്റെ ഒരു അവസ്ഥ അതാണ്. അപ്പം രഘുവേലിന് അസറിയാസ് പറയും, ഇല്ല, ഇത് ദൈവഹിതമാണ്, നിൻ്റെ ഭർത്താക്കന്മാരെ കൊന്നിട്ടുള്ള ഭൂതത്തെ ഞാൻ ഉച്ചാടനം ചെയ്യുമെന്ന് പറയും. എന്നിട്ട് അസറിയാസ് തോബിയാസിനോട് പറയും കല്യാണ രാത്രിയിൽ, നീ പിടിച്ച മത്സ്യത്തിൻ്റെ ചങ്കും കരലും എടുത്ത് ഇപ്പം നെരിപ്പോടിലിട്ട് പുകക്കാൻ പറയും. അത് പുകച്ച് കഴിയുമ്പോൾ ഈ ഭൂതം ഉച്ചാരണം ചെയ്യപ്പെടും. അതായത് എന്ത് തിന്മയുണ്ടെന്നുണ്ടെങ്കിലും കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്ന വ്യക്തിയാണോ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധയും നിന്നെ ഏൽക്കുകയില്ല. Take the bed of God. 91 സങ്കീർത്തനം 7 തിരുവചനം. സങ്കീർത്തനം 91:7. നിന്റെ പാർശ്വങ്ങളിൽ നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. അതായത് ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണമായ പ്രൊട്ടക്ഷനാണ് ഉള്ളത്. അതാണ് ഞാൻ എപ്പോഴും ഉടമ്പടി കർക്കശ്യമായിട്ട് പാലിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഉടമ്പടിയിൽ എന്താണ് 14:9 തോബിയാസ് പറയണത്? കർത്താവിൻ്റെ നിയമവും കർത്താവിൻ്റെ പ്രമാണങ്ങളും പ്രവാചക ഗ്രന്ഥങ്ങളും അനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ ജീവിതം മത്സ്യം വിഴുങ്ങാൻ വന്നാലും, അതുപോലെ തന്നെ പിശാച് ഭർത്താക്കന്മാരെ കൊല്ലുന്ന സ്ത്രീയെ കല്യാണം കഴിച്ചാലും ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടാകും. അതായത് ഉടമ്പടി നമുക്ക് നൽകുന്ന സംരക്ഷണം നിസ്സാരമല്ല. സലൂവിൻ്റെ സാക്ഷ്യത്തിൽ കേൾക്കുന്നത് എന്താണ്? അണലി ഒരു ദിവസം, രണ്ടാമത്തെ ദിവസം ശംഖ് വരെ, മൂന്നാമത്തെ ദിവസം മൂർഖരിങ്ങനെ കയറി ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ അവളെന്താ ചെയ്യണത്? അവളൊന്നും ചെയ്തില്ല. അവൾ ചെയ്തിട്ടിരിക്കണത് കൃപാസനത്തിൽ മണ്ണെടുത്ത് ഇവിടെ വന്നേച്ചു. വർഷങ്ങളായിട്ടുള്ള പാമ്പ് ശല്യമാണേ. മണ്ണെടുത്തിട്ട് എന്ത് ചെയ്ത് ഉടമ്പടി ഉപ്പുമായിട്ട് കലർത്തി അത് സ്വന്തമായിട്ട് ചെയ്യണതാണ്, ആരും പറഞ്ഞു കൊടുക്കണമല്ല. ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവ പൈതലിന് ദൈവവുമായിട്ട് ജീവിച്ച് കഴിയുമ്പോൾ പരിഹാര മാർഗങ്ങൾ സ്വന്തം മനസ്സിൽ തന്നെ ദൈവം കൊടുക്കും. അവളെന്ത് ചെയ്ത് ആ ഉപ്പ് കൊണ്ടുവന്ന് വെയിലിൽ മുഴുവൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് വെയിലിക്ക് മുഴുവൻ ഉപ്പ് തുളി. കാര്യത്തിൽ അവർക്ക് ആപ്പടെ 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, ചുറ്റോടിയിട്ടുള്ള കാടാണ്. അത് നാട്ടുകാരുടെ പുരയിടമാണ്. ആ നാട്ടുകാർ ഇവിടുന്ന് ഇവിടെയെങ്കിലും ഇല്ല. അപ്പോൾ അവരുടെ കാട് വെട്ടാനും പറയത്തില്ല. നമ്മളെ കയറി വെട്ടിയാൽ കേസുമാകും. പാമ്പാണെങ്കിൽ പാമ്പിന് പുരയിടത്തെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്ത കാരണം പാമ്പ് ഇതിൻ്റെ പേരിൽ കാട്ടിൽ നിന്ന് കയറണ പോലെ നമ്മുടെ വീട്ടിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു ഗതികെട്ട ജീവിതമാണെന്ന് നോക്കിയേ. അപ്പോൾ അവൾ ചെയ്തിരിക്കണത് എന്താണ്? അവൾ ഉടമ്പടി ജീവിച്ചിട്ട് മണ്ണ് വാരി കൊണ്ടുപോയിട്ട് ഉപ്പുമായിട്ട് കലർത്തിയിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് വെയിൽ 4 അതിരിനും വിശ്വാസപ്രമാണം ചൊല്ലി ഇത് പ്ലേസ് ചെയ്യും. ഇതാണ് വിശ്വാസ പ്രയോഗം എന്ന് പറയണത്. എന്നിട്ട് എന്ത് ചെയ്യും? ഉടമ്പടി തൈലം കൊണ്ടുവന്നിട്ട് ഇരുമ്പ് ഗേറ്റിൻ്റെ ഒരു കുരിശിടും. കർത്താവിൻ്റെ ഭവനമാണിത്, ഇവിടെ പ്രവേശിക്കരുതെന്ന് പറയും. അതാണ് ഒരു ബാധയും നിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കത്തില്ല. സുലു പറയണത് പിന്നെ 1 കൊല്ലമായി ഇന്ന് വരെ ഒരു പാമ്പിനെ പോലും കുടുംബത്തിൽ കണ്ടിട്ടില്ലെന്ന്.
ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അതായത് ഒരു വ്യക്തി വിശ്വാസത്തെ വളർന്നു കഴിയുമ്പോൾ ഇത്രയും നാൾ കൈകാര്യം ചെയ്യാൻ പാടില്ല വിഷയമൊക്കെ വെറുതെ പുഷ്പം പോലെ കൈകാര്യം ചെയ്യണം. അത് കാര്യം എന്താണ്? ഇവളിപ്പോൾ അതോറിറ്റിയായി, ഉടമ്പടിയുടെ ഒരു ഉടമസ്ഥതയായി. നമ്മൾ ഉണക്ക ഉടമ്പടിയെക്കുറിച്ചും അതുപോലെ തന്നെ ഫ്രഷ് ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറയുമ്പോഴും ഉടമ്പടിയുടെ ഒരു ഉടമസ്ഥൻ, ഉടമ്പടിയുടെ ഒരു ഉടമസ്ഥ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റസാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പദവിയാണ്. എന്താണ് നിൻ്റെ പദവി എന്ന് ചോദിച്ചാൽ ദൈവതിരുസേനെ പറയണം, ഞാൻ ഉടമ്പടിയുടെ ഉടമസ്ഥയാണെന്ന് പറയണം. എന്താ കാര്യം? ഉടമ്പടിയിലൂടെയാണ് ഞാൻ ജീവിക്കണത്. എൻ്റെ ജീവിതത്തെ ഞാൻ സ്നേഹിക്കുന്നതിന് വേണ്ടി ദൈവം തന്നിട്ടുള്ള തെറ്റാത്ത ദൈവികമായ സ്വർഗീയ പദ്ധതിയാണ് ഉടമ്പടി. അതനുസരിച്ചാണ് ഞാൻ എൻ്റെ ജീവിതം ക്രമീകരിക്കുന്നത്. എൻ്റെ നിലപാടുകൾ, എൻ്റെ സ്വഭാവങ്ങൾ, എൻ്റെ പെരുമാറ്റങ്ങൾ എല്ലാം ഉടമ്പടി പ്രകാരമാണ്. അങ്ങനെ ഉടമ്പടി പ്രകാരമായിട്ട് തന്നെയാണ് നീ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ ആരായി മാറും? ഉടമ്പടിയുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഉടമസ്ഥ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഉടമ്പടി എടുക്കുന്ന ഞങ്ങള് ഉടമ്പടി ജീവിതത്തിന്റെ ഉടമസ്ഥരാകാൻ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ